എന്തൊരു കഥയാണ്. കുളത്തേക്കൊന്നും ഞങ്ങളില്ല. പാറക്കൊണ്ട് പോയതല്ലേ പിന്നെ ഇടുന്നു. എന്തൊരു നല്ല വീട് ഏരിയയിലേ നമ്മൾ നിൽക്കുമ്പോൾ. അതിലേക്ക എടുത്തോട്ട് കിടക്കിടക്ക് ഇടത്തോട്ട് വെക്ക് ഇച്ചിരി കൂടി. അവിടെ നല്ല വഴിയാ. ഇനി എടുത്തോട്ട് പോലെ ഇനി എടുത്തോട്ട് പോയാലേ വീഴും. വെറും കുഴിയിലേ ഇതെന്തോ ഇങ്ങോട്ട് കയറിക്കാം വലത്തോട്ട്. ഇതൊരു നല്ല വഴിയില്. അതാ ഭയങ്കര വെള്ളം കുത്തി വലിച്ചു തോന്നും. നല്ല സൂപ്പർ വഴികളാണ് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി. കാല് പടം മറിയും. ഓ ഇടത്തോട്ട് ഇച്ചിരി ഇടത്തോട്ട് നിൽക്ക്. എന്നിട്ട് അവിടെ കുഴിയാണേ. ഇനി അടുത്ത് കുഴിയാ. അതിന് മുമ്പിൽ കയറി പോണേ. ഒരാൾ വിറവും കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഈ തിണ്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ, അല്ലെ താഴോട്ട് വീഴുവേ. ഇക്ക അവിടെ പൊട്ടി കുഴിയാ. നല്ല കുഴി കേട്ടോ, നോക്കി പോവല്ലേ അങ്ങോട്ട്. പിന്നെ പഴയകാല ഇതൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ അടച്ചിക്കണ്. ആര് കയറാതൊക്കെ ഇത് കിട്ടിയത്. എന്നാലും പണി തരൂലേ. ഇടത്തോട്ട് വലതൊക്കെ ഇത് പല അനുജൻ്റെ. ഇടത്തോട്ട് വലത്തോട്ട് വീഴരുത് കേട്ടോ. വലത്തോട്ട് വീഴരുത്, അത്രയേ ഉള്ളൂ എനിക്ക്. ഇവിടെ അവിടെയും ഇവിടെയൊക്കെ മറ്റേ കല്ല് കുത്തിയത് കൊണ്ട് അതിരുകല്ല്. മനസ്സിലായി. ആ സ്റ്റെപ്പായിട്ടേക്കാ ഇങ്ങോട്ട് ഇടത്തോട്ട് ഒരു കാല് വെച്ചാൽ ആ സ്റ്റെപ്പിലോട്ട്. എന്തിനാ ആളോ ഇനി പോയപ്പോ ഇവിടെ എല്ലാം ഉണ്ടായിക്കണില്ലേ. കല്ല് അങ്ങോട്ട് വെക്കല്ല, ഇങ്ങോട്ട് വെക്ക് വലത്തോട്ട്. വിജൃംഭിച്ച വീട്. ഇങ്ങോട്ട് നോക്കിക്ക, വലിയ മുരിങ്ങമരായി. നാരങ്ങ നാരങ്ങ ഉണ്ടായിട്ടോ. ഇടക്കിട്ട് പുകളൊക്കെ ഉണ്ടായിനി. ആണോ? ഇപ്പൊ ഉണ്ടായിട്ടോ വലിയ നാരങ്ങ മരം. ഇല്ല മുരിങ്ങ ഒടിച്ചിട്ട് വീടല്ലേ കേട്ടാ. ചെമ്പരത്തി ഇപ്പാ ഇവിടെ ചക്കപ്പ മറ്റേ ഇതുണ്ട്, ആത്തച്ചക്ക. പ്ലാവ് ആ കെട്ടിയിട്ടത് അതിലടി ചക്ക ഉണ്ടായിക്കണ. അതൊക്കെ മുറിച്ചിട്ടുണ്ടോ? ആത്തച്ചക്ക കേട്ടോ നിറച്ചുണ്ട്.
ഒക്കെ ചക്ക ഉണ്ടായിട്ടുണ്ട്. ഇപ്പ ഈ ആത്തച്ചക്ക മൂത്തുക്കണോ? ഇതല്ലേ നിങ്ങളാ സർവ്വസുഗന്ധി ഇപ്പ അല്ലേ? ആ സർവ്വസുഗന്ധി ഉണ്ടല്ലേ? അപ്പം അതിപ്പോ കായൊന്നും ഉണ്ടായില്ല. ഇതൊരു വില അതിന്റെ കായ്ക്ക് അറിയാം. ഞങ്ങൾ ചോദിച്ചപ്പോ അതാ അത് മൂത്തുക്കണെന്ന് ഞാൻ ചോദിച്ചത്. മൂത്തുക്കണെങ്കിൽ ഇത് മൂത്തിട്ടില്ല. പക്ഷെ ഇതായില്ല മൂക്കുമ്പോ ചോന്തന് വരും. മൂത്തുക്കണെങ്കിൽ പറിച്ചോണ്ടേ അരി വെച്ചാക്കി 2-3 കച്ചിട്ടു. പെരക്കായതില്ലേ മൊത്തം കാട്. ഇക്ക ചേനക്കൊല ഉണ്ട് ഇവിടെ. ഇക്ക ഇപ്പ ഇത് ചേനക്കൊലയല്ലേ? കാട്ടുചേന. അതന്നെ. അതിന് കേങ്ങ് ഉണ്ടാവൂല. നിങ്ങൾ പറിച്ചൂല കേങ്ങ് തിന്നാൻ പറ്റൂ? ചോദിച്ചോക്കി. ഏത് കാട്ടുചേന തിന്നൂലേ? തിന്നും. ഇതിന്റെ കൊലല്ല, അതിന്റെ അടിയിൽ സാധാ ചേന പോലെ മറ്റേ വേലിച്ചീരയാണെങ്കിൽ നിറച്ച് പൂത്തുക്കണം. വേലിച്ചീര മറ്റേ ചീര നിറച്ച് കായും പൂവുണ്ടായി. പല പാമ്പും ഉണ്ടാവും. ഇവിടുന്ന് അടിച്ചിന്? ഇവിടുന്നോ? പാമ്പിന്റെ വായി കൊണ്ട് കാറി വെച്ച് കൊടുത്താൽ പിന്നെ പാമ്പ് കടിക്കത്തില്ലേ? ഇതാണ് നമ്മുടെ വീട്. ഇവിടെ വൈകിട്ട് പേരക്കുണ്ടോ? അറിയില്ല, നോക്കണം. പേരക്ക ഒക്കെ പോയോ? ആ ഉള്ളു ചുമന്നില്ല അതിന് ഇവിടെ. അതൊക്കെ പോയോ? അമ്മയിലെ ആ വരാം. ഈ സ്റ്റെപ്പിലിരുന്ന് അതിന് ഇവിടുത്തെ എല്ലാവരുടെയും ചായ കുടിച്ചല്ലോ. ഡൈനിങ് ഹാളൊക്കെ ഇവിടെ വെറുതെ. അതാ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. ചായ ആവോ നോക്കും. എല്ലാമേ പോച്ച് എല്ലാം കഴിഞ്ഞു പോയി. അപ്പൊ അങ്ങനെയൊക്കെ കേട്ടോ. ഇപ്പൊ ഇവിടുത്തെ പേരക്കമരൊക്കെ ഉണ്ടായിന്. നല്ല പേരക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ അത് പണ്ടേ പോയി. ഇവിടെ നല്ലതൊന്നുണ്ടേ. നല്ല പേരമരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങിപ്പോയി. പുറത്തിറങ്ങി ബാത്റൂമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയില്ലേ? ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബാത്റൂമൊക്കെ. അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. നല്ല ടൈലൊക്കെ ഇട്ട് നല്ല ബാത്റൂം തന്നെയാണ്. പക്ഷെ ഇവിടെയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഓ ഈ കറിവേപ്പ് ഇത്രയും വലുതായി. പക്ഷെ ഇല ഇല്ലല്ലേ? അതെന്തേ? ഓ കറിവേപ്പിന്റെ മരം കേട്ടത്. പക്ഷെ ഇലയില്ല. വലിയതായേക്കുന്നു. ഇവിടെ നമ്മുടെ വിറക് പുരയായിരുന്നു ആ കാണുന്നത്. അങ്ങനെ മല കേട്ടോ, ഫുള്ള് മല. അങ്ങ് ഈ പോണ വഴിക്ക് അവിടെ ഒരു കുളമുണ്ട്. പണ്ടല്ലേ ഞങ്ങൾ കുളിക്കാനൊക്കെ പോയി. ഞങ്ങൾ വെള്ളമൊക്കെ എടുക്കില്ല അവിടെ. പറ്റുവാണെങ്കിൽ അങ്ങോട്ടൊന്ന് പോവാം. നോക്കട്ടെ, നോക്കാം. ആരാണ് അതിനാ ചെമ്പരത്തി പൂ വെച്ചു കൊടുത്തത്? ഓടെയായിരുന്നു. ഓളിലേറെ ആപ്റ്റത് എന്റെ ചെവിയില. പൊന്നത് പിരാന്തത്തികളും ഒക്കെ അല്ലിട്ട് പൊന്നെ.
കുഞ്ഞു വെക്കണ്ട കേട്ടോ. ഇതാ പിന്നെ മലയിലുള്ള വീടെന്ന് പറഞ്ഞത്, മനസ്സിലായോ? ഈ വീട്ടിലേ കൊറേ മുമ്പ് മുരിങ്ങ വെട്ട് കുറച്ചോനെ തലേ കൂടെ പോകും. ഇക്ക് കയറണേ സ്റ്റെപ്പ്. മഴക്കാലം വന്നിട്ടുണ്ട്. മുരിങ്ങ കമ്പ് വെട്ടി. ഇപ്പൊ അതിന്മേൽ നാരങ്ങ ഉണ്ടാവില്ലോ ഇല്ലേ? ഓ മാന്തള നാരങ്ങ അത് കുടിച്ചു. മാതള നാരങ്ങ തലേക്ക് വീഴും. അല്ല ഇതിപ്പോ എനിക്ക് ചെറിയൊരു കഷ്ണം മതി. കമ്പിളിയൊക്കെ ആയിരുന്ന കമ്പിളി നാരങ്ങ ബബ്ലൂസ്. ആ ഉള്ളു ചുമന്ന അതല്ലേ? കൊല്ലം നല്ല ആഗ്രഹം. ആരോടെ ഉണ്ട് ഇപ്പൊ ഇപ്പ കുഞ്ഞാമില്ലേ? കുഞ്ഞാമിന്റെ ഉണ്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ചെറിയ കഷ്ണം. റിലേറ്റീവ്സ് ഒന്നും അല്ല. ഇച്ചു അറിയില്ല. കുഞ്ഞാമിനോടൊക്കെ ചോദിച്ചാ തരുമോ? പാപ്പൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഞാൻ കൂടണോ? അത് പിടിച്ചേ. ഞാൻ പിടിച്ചേക്കാം. അത് അയിമന്ന് അറുത്തിടുക്കി പറ്റ അവിടെ അവിടുന്ന് പറ്റ അറുത്തിടുക്കിയത്. ഓള് ക്യാമറ പിടിച്ചു. ചീന്തരുതടി കുഴിച്ചിട്ടുള്ള ഒടിഞ്ഞിക്കണ കയറ് അർത്ഥവിടെ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കണം, അപ്പളേ കിട്ടുള്ളൂ. എടാ ഞാനാ പറഞ്ഞു ഇനി മുരിങ്ങ ഓടിച്ചണം. അതന്നെയല്ലേ ഇപ്പൊ ഇത് വെട്ടിയത്. എന്നിട്ടിപ്പോ ഞാൻ തന്നെയല്ലേ ഇത് വലിച്ചു പിടിച്ച് ഞാൻ പൊട്ടിച്ചു പോടുന്നു. ചച്ചു അടിച്ചു. ചച്ചു ഒക്കെ ഇവിടെ എത്തൊക്കെ പണിയെടുക്കലുണ്ട്. അതിന് ഇപ്പാനോടും ചോദിച്ചോക്കി. രാവിലെ നീച്ചാണ്ട് പിന്നെ എന്റെ കെട്ടിയ വന്നേന് ബാക്കിയൊക്കെ ചെയ്യല്. അങ്ങ് മലയില് അങ്ങ് ഊതാമില് പോയി ഫൈക്കൊക്കെ വരെ പുല്ലരിഞ്ഞു കൊണ്ടുവരലുണ്ടായി ഞങ്ങള്. മെറ്റല് കുത്താൻ പോവുക. എന്താ അടക്ക പൊറുക്കലല്ല, അടക്ക പൊളിച്ചുകാണ്ട് കുത്തുക. അങ്ങനെ എല്ലാ പണിയും ചെയ്തിട്ടൊക്കെ തന്നെയാണ്. അത് നിങ്ങക്ക് എപ്പോഴും കിട്ടണോണ്ട് അങ്ങക്ക് അങ്ങനെ തോന്നുന്നു. ഇതോ പിന്നെ അതിന് നല്ലതുണ്ട്. മുരിങ്ങന്റെ കളിനായി നല്ലല്ലോ. ഇതൊക്കെ നല്ലതാ. രണ്ടല്ലി മാത്രമേ ഉള്ളൂ കേടുള്ളത്. ഈ പാപ്പ എല്ലാം മുരിങ്ങന്റെ മുരിങ്ങന്റെ നിങ്ങൾക്കൊക്കെ എപ്പോഴും കിട്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ കളയുന്നത്. എന്ത് പൊട്ടക്ക റൗഡിയല്ലേ? പൊട്ടക്ക റൗഡിയാ. ധാരാളം. ഞാനിത് 2 ദിവസം ഉണ്ടാക്കും. 2 ഒരു ചെറിയ കൊമ്പ് വാങ്ങിച്ചു. അതറിയില്ല. അപ്പൊ ഞാൻ അതിന്റെ കമ്പ് അവിടുന്ന് കുറച്ചുകൊണ്ടു ഓടിച്ചോണ്ടു. മണ്ണല്ലാത്ത ചെറിയൊരു കഷ്ണം ഏകദേശം ഇവിടെയൊക്കെ ഉള്ള ഒരു പീസ് തന്നാ മതി. മുരിങ്ങ ചീര വേലിച്ചീരല്ലേക്കാ? നമ്മള് അവിടുന്ന് തോരൻ വെക്കല്ലേ? നിങ്ങൾ അവിടെ ഇല്ലേ ആ ഒരു കായ ഉണ്ടാവുന്നേ? അവിടെ ഒരെണ്ണം ഉണ്ടല്ലോ. അതാ നീളം പോയി ആ കാട്ടിലാണത്. ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോകും? കുഞ്ഞന് വെള്ളം വേണോടി? കുഞ്ഞാ വെള്ളം വേണോ? എടി വെള്ളം വേണം. എന്റെ അടുത്തുണ്ട്.
അങ്ങനെ ഓർമ്മകളുടെ കൊട്ടാരത്തിൽ ഇത് നിന്ന് പിടിച്ചേക്ക മടങ്ങാൻ ഇത് പിടിച്ചേക്ക ഇതെന്തിനാ എന്താ തരുന്നേ? ഞാൻ അവൾക്ക് വെള്ളം കൊടുക്കട്ടെ. നാ ബാ. ഇവള് ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നാ പറഞ്ഞ കുടിച്ച് മതിയാ? ഞങ്ങൾ വരേക്കല്ലേ എടാ ഈ വീടിന്റെ അതിസങ്കീർണമായിട്ടുള്ള ജലവിതരണ സംവിധാനം ഒക്കെ ഒന്ന് എടുത്തോണം കേട്ടോ. അതിനിപ്പ അതിന് പൈപ്പൊന്നും ഇല്ലേക്കാ. പൈപ്പും വെള്ളമൊന്നും ഇല്ലല്ലോ. അതെ ഇപ്പൊ ഇല്ലെങ്കിലും ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വന്ന ഫോൺ പൊന്നാ താഴെ വെച്ചതാ. അല്ല ഒരു ഓസിറ്റ് വെള്ളം എടുക്കുന്നതിനാണ് അതിസങ്കീർണമായിട്ടുള്ള ജലവിതരണ ഇനിയിപ്പോ ഞങ്ങൾ പറഞ്ഞില്ല എന്ന് വേണ്ട, ഞാൻ എടുക്കാം. ഈ പോകുന്ന ഹോസ് കണ്ടോ? ഈ ഹോസില് എപ്പോഴും ഇങ്ങനെ എന്തോ കൈ വീണ് ഇതിലിങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കലേ. ഇവിടെ നിക്കലില്ല. ഇനി മഴക്കാലത്ത് നിൽക്കൂല, വേനൽക്കാലത്തൊട്ട് വെള്ളം കിട്ടൂലേ. അതാ പറഞ്ഞ ഈ കറുത്ത ഹോസ്. ഇപ്പൊ വേനൽക്കാലത്ത് വെള്ളം ഉണ്ട്. ഇപ്പൊ അവിടെ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടോ? അയിമന്ന് വെള്ളം ഒലിച്ചനല്ലോ ചോദിച്ച. വേനൽക്കാലത്ത് വെള്ളം ഉണ്ടോ? ഉണ്ടോ? കുളത്തുനിന്നോ? കണ്ടതാണ് നമ്മുടെ വീട്. ഹലോ. അപ്പൊ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. കുറെ മുരിങ്ങയൊക്കെ വെട്ടിയെടുത്തു. ചെമ്പരത്തിരുത്ത് വേണ്ടേ? വെള്ളം വേണേക്കാ? താഴെ ഇറങ്ങിപ്പോയിട്ട് അങ്ങനെ കുടിക്കാം. അപ്പൊ ഞങ്ങൾ ഇനി താഴോട്ട് ഇറങ്ങട്ടെ. നോക്കി ഇറങ്ങ. ഞാൻ പിടിക്കാം. അമ്മച്ചി എടുക്ക. ഇങ്ങനത്തെ വടി നീളം ഉണ്ടാവില്ലല്ലേ? ഇത് ഈ കായ എന്താ ഇപ്പൊ? ഈ കായ എന്താ? ഇത് മക്കളെ പോറ്റിയ ആട്ടങ്ങ തോട്ടങ്ങാറിന് ഒരു കളിയില്ലേ പണ്ട്? ഇതോ ഇത് ഇങ്ങോട്ടൊന്ന് ഫോക്കസ് ചെയ്യണീമ. ഇത് തിന്നാൻ പറ്റുമോ? കയ്പോ? ആട്ടങ്ങ ഞാൻ എടുത്തിട്ടില്ല. വിളഞ്ഞിട്ടില്ല. ഇത് മറ്റേ ചക്കോടൊപ്പ കാണാൻ പറ്റുമോ? കൊയിഞ്ഞാടിയോ? അത് ഓ അതെങ്ങനെ കൊയിഞ്ഞാടിയപ്പോ? ഫോക്കസ് ചെയ്യാൻ പറ്റും. അവിടെ ഉണ്ട് താഴെ കാണണ്ടോ? രണ്ടെണ്ണം അങ്ങാട് കൊയിഞ്ഞാടി. കാന്താരേ മാണ്ടാത്ത പണിയിരിക്കല്ലേ. ആയില്ലടാ അത് ആ കൈമലായാ പോലെ വരും. ഇതൊന്ന് ഫോക്കസ് ചെയ്ത് കാന്താരി, കുഞ്ഞൻ കാന്താരികള്. എന്താ പറഞ്ഞ അവിടെ ഒന്നും ഇട്ട് പോന്നിട്ടില്ലല്ലോ. ചാവി എടുത്താ? പേരന്റെ ചാവി എടുത്തീനിയോ? ഇക്ക നോക്കി പോട്ടാ. പൊന്ന ഇതാണ് നമ്മുടെ മലയത്തെ വീട്. മനസ്സിലായോ? ഈ വീട്ടിലെ അമ്മച്ചിയൊക്കെ താമസിച്ചിനത്. അമ്മച്ചി ഇപ്പപ്പിയൊക്കെ. കുഞ്ഞു മാത്രമേ ഇവിടെ നിക്കാത്തോളൂ. ഇക്ക അതായിട്ടാ ആ കല്ലേ ചവിട്ടി കയറാതെ. എന്നിട്ട് അപ്പുറത്തും ഒരു കല്ലുണ്ട്. ആ കല്ലേൽ ചവിട്ട്. അവിടെ പിന്നെ കുഴപ്പമില്ല, പരപ്പ. ഉമ്മമാന്റെ അത് പോകുന്നത് പിടിച്ച് എന്റെ അമ്മോ. ചോലന്റെ ഒച്ചയൊക്കെ ഉണ്ട് അല്ലേ? ഓ അങ്ങോട്ട് പോലെ ചെള്ളയിലും ചാടിയില്ലേ? ഇടത്തോട്ടും വലത്തോട്ടും ചാടരുതിക്കാ. ഇടത്തോട്ട് നല്ല കുഴിയാണ്. ഇടത്തോട്ട് നല്ല കുഴിയാ. നടക്കാം അങ്ങോട്ട്. ഞാനില്ല ഇക്ക. ഇടത്തോട്ട് വീഴല്ലേ. അവിടെ ഒരു കല്ലും കൂടി ഉണ്ട്. പോയി ഇടിച്ചു കഴിഞ്ഞാലേ തീർന്നു മോനെ. പൊന്നാണ്. എന്തിനാ പോണേ? എന്നാടാ ഫോണും കൊണ്ടുപോ.
കുണ്ടുകുഴിയായിട്ടൊക്കെ നോക്ക്. റിഷാൻ വരട്ടെ ഫോണും കൊണ്ട്. അവളുടെ കോമഡി അല്ലേ? എടാ മതി വാ. ഇക്ക കുഴിയിട്ടോ നോക്ക്. ബാ. എന്തേ താഴെ ഇറങ്ങി ഇക്ക നോക്കട്ടെ വഴുക്കുവേ. താഴെ ഇറങ്ങി ഓളിപ്പച്ചിനെ പിടിച്ചു. ഉപ്പച്ചി ആരെയോ ജാമ്യത്തിൽ ഇറങ്ങുന്നു. അപ്പുറത്തോട്ടിക്ക വലത്തോട്ട്. ഇറങ്ങി മുമ്പിലോട്ടൊക്കെ പോയി. അപ്പൊ നിങ്ങൾ വീഴും. നിങ്ങൾ വീണ ഞാൻ ഞങ്ങളെ മേത്തക്ക വരി. ഇപ്പം വന്നില്ലേ വീരാൻ വന്നോ? ആ നല്ല കുഴിയ ബാക്ക്. അവിടെ നല്ല കുഴിയ. ഇവിടെ വീട് ഇതൊരിക്ക കുഴിയിലോട്ടാ പോണേ. ഒന്നുകിലും വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ട്. കാല് മുറിയിടേ. എന്റെ കുട്ടി വീണ്. എനിക്ക് ഒറ്റ കാര്യം എന്നോട് പറയാനുള്ളൂ, കുഴി വീഴരുത്. വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്ക. ഇക്ക എടുത്തോട്ടെ, എടുത്ത് കുഴിയ. ഇപ്പോഴും ചോലയിലൊക്കെ ആൾക്കാർ വന്ന് കുളിക്കലുണ്ട്. വീഴലിട്ടേക്കാൻ നോക്ക്. ഇപ്പച്ചിനെ നോക്കാൻ ഞാൻ ഇപ്പച്ചി കുഴി വീഴത്തില്ലയോ? ആ അതുണ്ട്. ഇങ്ങനെ ഒരു വഴിയിലൂടെ ഉമ്മച്ചി എടുത്തരാ ഇടക്കിട്ടൊക്കെ ഓളെന്ന് പേർത്ത് കൊടുക്കട്ടെ. ഇവിടുന്ന് ഇറങ്ങല്ലേ, കുഴിയാണേ. ആ ഇനി നല്ല വഴി. കുഴി നോക്ക്. ആ ഇങ്ങോട്ട് വാ. ഐ സെറ്റ്. ഇനിയിപ്പോ വലിയ കുഴപ്പമില്ല. ഇവിടെ കുറച്ച് ദൂരം കുഴിയാണ്. ഇടത് കുഴി. വലത്തോട്ട്. അതില് നല്ല വഴിയാ. ഇത്രയും നല്ല കല്ലുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു കയറണ്ടായിരുന്നു. ഇക്ക വലത്തോട്ട്. വലതാ നല്ല വഴി. താഴത്തോട്ട്. ചോല ഇറങ്ങണ്ടല്ലോ, ഇവിടെ തന്നെയാ അത്. നിനക്ക് വെക്കാൻ മാത്രമുള്ള വെള്ളം ഉണ്ട് അതിനോട്. വാ നോക്ക. ഇച്ചിരി വെള്ളമേ ഉള്ളൂ അവിടെ. പൊന്നു വീഴല്ലേ കേട്ടാ. ബാക്കിക്ക് എടുക്ക. കുഞ്ഞിനെ നോക്കടി. ഇവിടെ കാല് വെക്കാൻ. ആ മേലുണ്ട്, ഞാൻ കാണിച്ചല്ലോ. വീഴരുതേ. ആ അവിടെ പാൻറ് നോക്കിക്കോ, എന്നിട്ട് ഇറങ്ങിയാൽ മതി. കഴിഞ്ഞില്ലേ. ആണ്. ബാ. ബായ്ക്കാ. ചെരുപ്പ് മൊത്തമാണ് പോയിക്കോളാം. വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് പോര്. ഞാനും മതി.